ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിത് കുറേ ദിവസം മുന്നേ കോഴിക്കോട് ലുലു മാൾ പോയൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. സിനേട്ടൻ തൃശ്ശൂർ പണി കഴിഞ്ഞ് വന്നിട്ടുള്ള ആ ഒരു സമയത്ത് പോയ ഒരു വീഡിയോ ആണ്. വെറുതെ പുറത്തൊക്കെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ. അപ്പം പെട്ടെന്നൊരു ഐഡിയ തോന്നിയതാണ്. ലുലു മാൾ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അവിടെ വരെ ഒന്ന് പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് കൂട്ടുകാരെ ലുലു മാളിലൊക്കെ വരുന്നത്. എൻ്റെ പുത്രൻ ഇവിടെ ഒരു 4-5 പ്രാവശ്യം വന്ന് ഇവിടെ എല്ലായിടത്തും കാഴ്ചകളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചു പോയിന്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് വരാൻ വിചാരിച്ച് എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങണം വിചാരിച്ചിട്ട്. അപ്പം ഡ്രസ്സിൻ്റെ നമ്മുടെ ഷോപ്പ് കണ്ടപ്പോഴേ ഒന്ന് കയറാൻ വിചാരിച്ച് എല്ലാം ഒന്ന് കണ്ടു പോകാമല്ലോ, അതിനൊന്നും നമ്മൾ പൈസ കൊടുക്കണ്ടല്ലോ. അപ്പം സുഡിയോ ആണ് കേട്ടോ, സുഡിയോയിലൊന്ന് കയറാം. സിനേട്ടനും നന്ദമോളും ഉള്ളിൽ കയറി. അപ്പോൾ ഞങ്ങൾ എല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഉള്ളോട്ടേക്ക് കയറി. ഇവിടെ ഇല്ലാത്ത ഐറ്റംസുകളില്ലാന്ന് ഈ മാളിലൊക്കെ പോണവർക്ക് അറിയാമല്ലോ അല്ലേ. പക്ഷേ സംഭവം നല്ല റേറ്റ് ആട്ടോ. നമുക്ക് ഇവിടെ നിന്നൊന്നും വാങ്ങിയാൽ ശരിയാവില്ല. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കുമല്ലോ അല്ലേ. പക്ഷേ ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ. നദുമോൾക്ക് ഇവിടെ ഒരുപാട് ടോപ്പുകളൊക്കെ ഇഷ്ടമായി. പക്ഷേ ഞങ്ങൾ ഓരോന്നിൻ്റെ വില നോക്കുമ്പോഴും നല്ല വിലയാണ് അതുമൂലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം പിന്നെ നന്ദുവിനെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് നമുക്ക് ഇവിടെ നിന്നൊന്നും വാങ്ങിയാൽ ശരിയാവില്ല, നമുക്ക് വേറെ ഷോപ്പിലൊക്കെ തന്നെ നമ്മൾ സാധാരണ വാങ്ങുന്ന ഷോപ്പിലൊക്കെ തന്നെ പോയാൽ മതി, അവിടെ നിന്ന് വാങ്ങുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനെ സോപ്പ് ഇട്ടുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. എന്നാലും ചെരുപ്പിൻ്റെ സ്ഥലത്തേക്കും ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ്. നമ്മൾ ഈ പട്ടി ചന്തയ്ക്ക് പോയാരി എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ, അതന്നെ അവസ്ഥ. വെറുതെ പോയ കാഴ്ച കാണാൻ പോയതാണ്. ഞങ്ങൾ ഒന്നും വാങ്ങണമെന്ന് വിചാരിച്ച് പോയതൊന്നുമല്ല, നമുക്ക് കാണാൻ പോവാ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സാധനം വാങ്ങാത്തതിൽ നമുക്ക് വലിയ വിഷമമൊന്നുമില്ല. ഞങ്ങൾക്ക് അറിയാലോ, നമുക്ക് എന്താണ് കാണണം എന്നൊരാഗ്രഹം മാത്രം. അപ്പോൾ പോയി ഈ കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ആളുകൾ ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾക്കാണ് അമ്മമാർ ഡ്രസ്സ് എടുക്കുന്നത്. വലിയ വലിയ ഡ്രസ്സിൻ്റെ അടുത്തൊന്നും ആളില്ല. കുഞ്ഞു കുട്ടികളെ ഡ്രസ്സിൻ്റെ അടുത്തൊക്കെയാണ് ആൾക്കാരുള്ളത്. എന്നാലും കറങ്ങി തിരിഞ്ഞ് എല്ലായിടത്തും എത്തി ഞങ്ങൾ. അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി ടോപ്പ് കേട്ടോ. അതിന് 1000-ൽ മേലെ വിലയുണ്ട് കേട്ടോ. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ നന്ദുവിനോട് പറയുകയും ചെയ്ത്, നന്ദു അങ്ങനത്തെ ആ ഡ്രസ്സ് നമുക്ക് രണ്ടാക്കും ഒരേപോലത്തത് വാങ്ങണം കേട്ടോ എന്ന്. അപ്പോൾ നന്ദു പറയാം, അമ്മ അതിൻ്റെ ആ വിലയൊന്ന് നോക്കുമെന്ന്. പക്ഷെ ഭയങ്കര വില അതിന്. പക്ഷെ കാണാൻ എന്തൊരു ഭംഗിയാണ് അറിയോ ഒക്കെ. പിന്നെ ഒരു ബ്ലാക്ക് ഡ്രസ്സ് കേട്ടോ. ഇത് കാണാനും ഭയങ്കര രസം. പക്ഷെ അതിനൊന്നും കയ്യില്ല ഗൈസ്. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ഡ്രസ്സ് നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇടാൻ മടിയാണ് സത്യത്തിലും. ഇടാനൊക്കെ ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ ഇടാൻ മടിയാണ്. അത് നമുക്ക് ശരിയാവില്ല എന്നുള്ളൊരു തോന്നലുണ്ട് കേട്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതാ വീണ്ടും എല്ലായിടത്തും പരതി നടക്കുന്നുണ്ട്. ഇനി താഴെ മേലെയായിട്ട് ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, എല്ലായിടത്തും ഒന്ന് കയറണം തന്നെയാണ് ആഗ്രഹം കേട്ടോ. പിന്നെ ഫുഡിൻ്റെ സ്ഥലത്തൊക്കെ ഞങ്ങളിങ്ങനെ പോയി നോക്കുകയൊക്കെ ചെയ്തു. ചായ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു, പക്ഷേ ഞങ്ങൾ കുടിച്ചില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ഇവിടെയൊക്കെ കണ്ട് വീട്ടിലേക്ക് പോകുമ്പോഴാണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയത്. അപ്പം പിന്നെ ഇത് വേറെ സ്ഥലത്ത് കളിപ്പാട്ടങ്ങളും അങ്ങനെ ഒരുപാട് സാധനങ്ങളുള്ള വേറൊരു ഷോറൂം കേട്ടോ. അതിലും ഒന്ന് കയറി നോക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ നടന്നതാണ്. അപ്പം ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. കുട്ടികളെ എല്ലാവിധ ഐറ്റംസ് സാധനങ്ങളും സൈക്കിളും കാര്യങ്ങളും ഒക്കെ. ഇപ്പം ഞാനും നന്ദുമോളും തൃശ്ശൂർ ശോഭാ സിറ്റിയിലും കോഴിക്കോട് ലുലു മാളും തൃശ്ശൂർ ഹൈലൈറ്റ് മാളും ഒക്കെ ആയിട്ട് ഇപ്പം ഒരു 3 മാളിൽ പോയി കേട്ടോ. അതൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി സത്യം പറയുകച്ചാൽ. അല്ലാണ്ട് ഈ മാളെന്ന് കേൾക്കാമെന്നല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇന്ന് വരെ കയറിയിട്ടില്ല. അപ്പോൾ കണ്ട കാഴ്ചകളൊക്കെയാണ് ഇങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് കേട്ടോ. മാളിൽ പോവാത്തവരൊന്നും ഇപ്പം അധികം ഉണ്ടാവില്ല, എന്നാലും പോകാത്തവരായിട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണുകയും ചെയ്യാം, നമുക്കൊരു വ്ളോഗും ആയി. അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. അപ്പം മേലേന്ന് ഇതാ നേരെ താഴേക്കുള്ള കാഴ്ചകളും കാണിച്ചു തരാം. പിന്നെ എന്താ പറയുക, ഒരുപാട് ആളുകൾ സാധനം വാങ്ങാൻ വരുന്നതും. ഞാൻ വിചാരിക്കുകയാണേ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുക്കാൻ ദൈവമേ ആളുകൾ എന്താ ഇങ്ങോട്ട് വരുന്നതെന്ന്. പിന്നീട് അല്ലേ സംഭവം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ക്വാളിറ്റി ഉണ്ടാവും, പിന്നെ എല്ലാം ഒരു സ്ഥലത്തു നിന്ന് തന്നെ വാങ്ങിയിട്ട് പോകാം. അതൊക്കെ ആയിരിക്കും ആൾക്കാർ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോകണതല്ലേ. പിന്നെ ഇവിടെ നമ്മളെ പുതിയ നക്ഷത്ര ഗോൾഡിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിനല്ലോ കോഴിക്കോട് ലുലു മാളിൽ. ഈ നക്ഷത്ര ഗോൾഡിൻ്റെ ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഞാൻ കാണുന്നതാണ്. അപ്പോഴാണ് കോഴിക്കോട് ഈ ലുലു മാളിൽ ഇതിൻ്റെ ഷോറൂം ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഞാൻ ഇങ്ങനെ നോക്കി വീഡിയോ എടുത്ത് സിനോട്ടോട് പറഞ്ഞു കൊടുത്തും ചെയ്തിട്ടോ. സിനോട്ട ഞാൻ കാണലുണ്ടല്ലോ നക്ഷത്രേൻ്റെ
ഇൻസ്റ്റാഗ്രാമിലുള്ളതൊക്കെ അതാണ് കേട്ടോ ഇത് എന്നൊക്കെ കാട്ടി കൊടുത്ത്. അപ്പോൾ അതാ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് കേട്ടോ ഇവിടെ ഭയങ്കര റേറ്റാണ് ഗൈസ്. അപ്പം നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് നോക്കണ്ട. അപ്പോൾ ചായയൊക്കെ വേണമെന്നൊക്കെ ചോദിച്ചെങ്കിലും ഞങ്ങൾ വേണ്ട പറഞ്ഞിട്ടോ. ഞങ്ങൾക്ക് പോകുമ്പോൾ മന്തി കഴിക്കണം എന്നുള്ളൊരു ലക്ഷ്യം മനസ്സിലുണ്ടേനി. അതുകൊണ്ട് ഞാനും നന്ദുമോള് വേണ്ട ഇവിടെ നിന്നൊന്നും വേണ്ട. കാരണം വെറുതെ തിന്ന് വെറുതെ ആന വില കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് അതൊന്നും കഴിക്കാതെ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ കുട്ടികൾക്കുള്ള ഗെയിം കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഗെയിം കളിക്കുന്നതും വണ്ടി കയറുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കുറേ നേരം നോക്കി നിന്ന്. പിന്നെ ഈ എക്സിലേറ്ററിൽ കയറുന്നത് ഭയങ്കര പേടിയാണ് ഗൈസ്. പക്ഷേ ഇപ്പം 3 മാളിൽ പോയപ്പോഴും അതിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കയറി. ഇപ്പം ശീലമായിട്ടോ. എന്നാലും കയറുമ്പോൾ ഒരു പേടി തന്നെയാണ്. പക്ഷെ എല്ലാത്തിനും ഭയങ്കര സ്പീഡാണ് കേട്ടോ. അപ്പോൾ ഈ കോഴിക്കോട് ലുലു മാളിലുള്ളത് കുറച്ചെങ്കിലും സ്പീഡ് കുറവാണെന്നാണ് തോന്നുന്നത്. ബാക്കി തൃശ്ശൂർ പോയപ്പോൾ ഒക്കെ നല്ല സ്പീഡുള്ള എക്സിലേറ്ററാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഇതിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലൊന്ന് കയറിയിട്ടാണ്. അതിൻ്റെ ഉള്ളിലും കാണാം. എല്ലാം കാണാൻ വേണ്ടിയാണ് പ്രത്യേകം എടുത്ത് പറയുക. എല്ലാം കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ പോയത്, വാങ്ങാനല്ല. എന്നാൽ ഇവിടെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങണ്ടേ. അപ്പം ഞങ്ങൾ ഗൈസ് ലുലു മാളിൽ വന്ന് ബിസ്ക്കറ്റ് വാങ്ങാൻ വിചാരിച്ച്. അതാണ് ഇപ്പോൾ നമ്മളെ ഏറ്റവും വലിയ ലക്ഷ്യം, ബിസ്ക്കറ്റ്. അപ്പം ഞങ്ങൾ പലഹാരങ്ങളെ സ്ഥലത്തിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പം ഒരുപാട് ഐറ്റംസ് കേക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറേ ഇങ്ങനെ കാണുമ്പം എന്താ പറയുക, മധുരമൊക്കെ കാണുമ്പോൾ എന്തോ പോലെയാവില്ലേ തലയ്ക്ക്. അപ്പോൾ അതൊക്കെ നോക്കി നമ്മളിങ്ങനെ വെക്കുന്നുണ്ട്. ഒരുപാട് കേക്ക് ഐറ്റംസുകൾ എന്താ പറയുക, ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ പീസ് കണക്കിനുള്ള കേക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പം നന്ദു എന്തോ സ്വകാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വാങ്ങാനായിട്ട്. പക്ഷേ ഞങ്ങൾ വാങ്ങിയിട്ടില്ല. പിന്നെ വാങ്ങാം അതൊക്കെ എന്ന് പറഞ്ഞ് അവളെ ഒന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ സ്ഥലത്തേക്ക് വെറുതെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ കേക്കൊക്കെ മുകളിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നന്ദമോൾ വീണ്ടും അതൊക്കെ തന്നെ പോയി നോക്കുന്നുണ്ട് രണ്ടാളും കൂടി. എനിക്ക് ചിരിക്കാൻ വയ്യ ഗൈസ്. എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇവരെന്തിനു പോയതാ ലുലു മാളിലെന്ന്. പക്ഷേ വീണ്ടും പറയുന്നു, ഞങ്ങൾ കാണാൻ പോയതാണ്, വാങ്ങാൻ പോയതല്ല. അപ്പം ഇവിടെ ചായൻ്റെ കടികളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഓരോ സാധനങ്ങൾ വാങ്ങാൻ നല്ല തിരക്കൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പം ഞങ്ങൾ ആ തിരക്കൊക്കെ ഒന്ന് നോക്കി. ഇവരെന്താ അത് ഭക്ഷണം കാണാത്ത പോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇജാതി വില കൊടുത്ത് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് അവരെ നോക്കിയിട്ടോ കുറച്ച് നേരം. പിന്നെ ഞങ്ങൾ എന്തായാലും വാങ്ങാൻ നിൽക്കില്ല, വാങ്ങണവരെങ്കിലും വാങ്ങട്ടെ വിചാരിച്ച്. ഒന്നാമത് വാങ്ങാൻ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് കേട്ടോ ഗൈസ് വാങ്ങാത്തത്, ഉള്ളത് പറയാലോ. പിന്നീട് വേറെ സ്ഥലത്ത് ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ഫർണിച്ചർ കാര്യങ്ങൾ, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അതൊക്കെ നോക്കി അങ്ങനെ നടന്ന് വീണ്ടും വേറെ നമുക്ക് ഈ ഉപ്പിലിട്ടത് അങ്ങനെയുള്ള എന്തൊക്കെയോ സാധനങ്ങളില്ലേ അതിൻ്റെയൊക്കെ ഒരു സ്ഥലം, അതും ഒന്ന് പോയി നോക്കാൻ വിചാരിച്ച്. അതൊക്കെ വായിച്ച് എങ്ങനെ നടക്കുന്നുണ്ട്. എന്തൊക്കെ കുന്തങ്ങളാണ്, ഞാനതൊക്കെ മറന്നുപോയി. ആ സമയത്ത് തന്നെ വീഡിയോ ഇടുകയാണെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ പേരൊക്കെ നമുക്ക് ഇങ്ങനെ അതിൽ പറഞ്ഞതൊക്കെ ഓർമ്മയിൽ ഇങ്ങനെ ഉണ്ടാവുകയാണ്. ഇത് മസാല കുഴച്ചതും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസുകളാട്ടോ. കാണാനും ലുക്കുണ്ട്, തിന്നാൻ എങ്ങനെ ഉണ്ടാവുമോ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ആർക്കറിയാം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, സാലഡ്, ഐസ്ക്രീം, എന്തൊക്കെയോ ഗൈസ്, എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല. എന്തായാലും ഈ കാഴ്ചകളൊക്കെ നിങ്ങളും കൂടി കാണട്ടെ. അപ്പോൾ ഇതാ പിന്നെ കുറച്ച് നമ്മളെ ജ്യൂസുകൾ, അത് ഐസിലിട്ട് വെച്ചിട്ടുള്ളത്, നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് ബില്ല് ചെയ്യാൻ പോകാമല്ലോ. അപ്പോൾ അതും നോക്കി ഇങ്ങനെ ഓരോന്ന് കാണാൻ നല്ല ഭംഗി. അങ്ങനെ വീണ്ടും ഫുഡിൻ്റെ ഒക്കെ സ്ഥലത്ത് തന്നെ എത്തിയപ്പോൾ അവിടെ വല്ലാത്ത ജാതി തിരക്ക് തന്നെ, വീണ്ടും തിരക്കോട് തിരക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഒരുപാട് നടന്ന് കാഴ്ചകളൊക്കെ കണ്ടോ. തിരക്കെന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടില്ലല്ലോ, അതാണ് തിരക്ക് ഗൈസ്. വീണ്ടും പലഹാരം വേറെ സ്ഥലത്ത്, അതും കണ്ട്. പിന്നെ ഞങ്ങൾ ബിസ്ക്കറ്റിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഓഫറിലുള്ള ബിസ്ക്കറ്റൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ ഈ ക്രീമിൻ്റെ ബിസ്ക്കറ്റിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടേ ഓവറായിട്ട് അതിലേക്കൊന്നും നോക്കിയില്ല. എന്നാലും നന്ദുമോൾക്ക് വേണ്ട ബിസ്ക്കറ്റ് നോക്കുന്നുണ്ട് നന്ദു. എന്തോ 1-2 ബിസ്ക്കറ്റൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടോ. അപ്പോൾ ലുലു മാൾ പോയാൽ എന്തെങ്കിലും വാങ്ങാതെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോണത് മോശമല്ലേ ഗായ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബിസ്ക്കറ്റൊക്കെ നോക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടോ ബിസ്ക്കറ്റ് വാങ്ങാൻ ലുലു മാൾ പോണത്? അപ്പം ഞങ്ങൾ ലുലു മാളിൽ പോയി ബിസ്ക്കറ്റ് വാങ്ങും കേട്ടോ. അപ്പോൾ ഇനി ആർക്കെങ്കിലും ബിസ്ക്കറ്റൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ കോഴിക്കോട് ലുലു മാൾ പോവുക. അവിടെ നല്ല ഓഫറിന് ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ നല്ല അടിപൊളി ബിസ്ക്കറ്റൊക്കെ നോക്കി വാങ്ങി. നന്ദുമ്മളെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ട് ഗൈസ്, കണ്ട. അങ്ങനെ 2 ഡിസൈൻ ബിസ്ക്കറ്റ് വാങ്ങുന്നുണ്ട് കേട്ടോ. അത് വാങ്ങി ഇനി നേരെ ഞങ്ങൾ വെച്ച് പിടിക്കുന്നത് വീട്ടിലേക്കല്ല, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകാൻ പോണത്. ഭക്ഷണം കഴിച്ചിട്ട്
വീട്ടിലേക്ക് നേരെ പോകാൻ വിചാരിച്ചു. ഞങ്ങൾ മന്തി കഴിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണല്ലോ ഇവിടേക്ക് വന്നത്. അപ്പോൾ എന്തായാലും മന്തി കഴിച്ചിട്ട് ഞങ്ങളിനി നേരെ വീട്ടിലേക്ക് പോകും. കോഴിക്കോട് നിന്നൊന്നും കഴിക്കണില്ല കേട്ടോ. ഫറൂഖ് നമ്മളെ കോയാസ് എത്തണതിൻ്റെ മുന്നേ അവിടെ ഒരു മന്തിക്കട ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ട് പോവാറിന് അവിടെ നല്ല കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങളിനി നേരെ അങ്ങോട്ടേക്ക് ലക്ഷ്യം വെച്ചുള്ള പോക്കാട്ടോ. അപ്പം ഇനി ഇത് ബില്ലൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുന്നിലേക്ക് അങ്ങോട്ട് നടക്കണം. എന്നാലും നന്ദുവിനോട് വേറെ ബിസ്ക്കറ്റ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നന്ദുവിന് അപ്പം അത്ര എന്താ പറയുക, വലിയ ബിസ്ക്കറ്റുകളോടൊന്നും വലിയ താല്പര്യമില്ല. അവളെ കയ്യിലുള്ളത് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ കൊണ്ട് ഇനി ഞങ്ങൾ നേരെ പോവുകയാണ്. അപ്പം ഈ ലുലുമാളിൻ്റെ ബിസ്ക്കറ്റിൻ്റെ എന്താണ് സ്ഥലമൊക്കെ എല്ലാവരും കണ്ടല്ലോ. ഇനി വരുമ്പം അവിടെ ഇവിടെയും തട്ടിമുട്ടിയൊന്നും നിൽക്കണ്ട, നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരിക, ബിസ്ക്കറ്റ് വാങ്ങാം. പിന്നെ ഉപ്പിലിട്ടത് കണ്ടോ ഗൈസ്, പല സാധനങ്ങളും ഉപ്പിലിട്ട് വെച്ചതൊക്കെ. ദൈവമേ, ഇവിടേക്ക് വരുമ്പം കയ്യിലൊക്കെ ഒരു 20,000 10,000 രൂപയൊക്കെ പിടിച്ച് വരണം. നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും പറ്റൂല, വലിയൂല, ഒന്നും ഉണ്ടായിട്ടില്ല, വേണ്ട വെച്ചിട്ടാ. നേരത്തെ പറഞ്ഞ പോലെ ഗൈസ്, പൈസ ഇല്ലായിട്ടല്ല ഗൈസ് ഞങ്ങൾ വാങ്ങായിട്ടാ, ശക്തിയായിട്ട് ഞങ്ങൾ വാങ്ങായിട്ടാ. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീണ്ടും ബില്ല് ചെയ്യുന്നിടത്തേക്ക് പോയപ്പോൾ തിരക്കൊന്നുമില്ല. അവിടെ പോയി ഞങ്ങൾ ബില്ല് ചെയ്യാൻ കൊടുത്ത് 2 ബിസ്ക്കറ്റ് കണ്ടോ, ലുലുമാളിൽ നിന്ന് വാങ്ങിയ ബിസ്ക്കറ്റ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. നന്ദുവിന് സംഭവം ഇവിടെ കണ്ടപ്പം കിളി പോയി, എനിക്കും ഇവിടെയൊക്കെ കണ്ടപ്പം കിളി പോയിട്ടാ. കാരണം ആദ്യമായിട്ടാണല്ലോ ഞങ്ങൾ ഇവിടെയൊക്കെ കാണുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോവുകയാണ്, യാത്രയാവുകയാണ് ഗൈസ്. അപ്പം പുറത്തേക്കുള്ള വഴി ഇനി കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ടേക്ക് പോയിട്ടാണ്. അപ്പം ഞങ്ങളിനി നേരെ വീട്ടിലേക്ക്. പിന്നെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടാവണം. ഒരു കുഞ്ഞു വ്ളോഗാണ്, അപ്പോൾ എന്നും കിച്ചൺ വ്ളോഗ് വേണ്ടല്ലോ, ഇടയ്ക്കൊരു കുഞ്ഞു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ചെറിയ വ്ളോഗ് ഇട്ടത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിച്ച് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞങ്ങൾ നേരെ ലുലുമാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അവിടെ എത്തിയിട്ട് ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണം കഴിക്കുക, വീട്ടിലേക്ക് പോവുക. പിന്നെ എന്താ പറയുക ഗൈസ്, ഇവിടെ ഈ സോളാറാണ് കേട്ടോ ഈ കാണുന്നത്. സോളാറൊക്കെ കൂടി ബൈക്കിൻ്റെ ഷെഡ് പോലെ ആക്കിയതാണ്. പക്ഷെ നല്ല അടിപൊളി സിസ്റ്റം കേട്ടോ, നല്ല ബുദ്ധിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് എന്തായാലും. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ. അന്ന് നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു ഗൈസ്, കണ്ടോ മുഖമൊക്കെ ആകെ കരുവാളിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ബൈ, സീ യു.